ലോട്ടറി അടിക്കുകയോ ഓൺലൈൻ ഗെയിമോ മറ്റോ കളിച്ച് പ്രൈസ് കിട്ടുകയോ ചെയ്താൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തോളൂ. ഇല്ലെങ്കിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ തുക ടാക്സും പെനാൽറ്റിയുമായി കൊടുക്കേണ്ടി വരാം. IT റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യുക. കൂടാതെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസ് മണിയുടെ കൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറ്റ് സാലറി, ഇൻട്രസ്റ്റ് പോലുള്ള വരുമാനങ്ങൾ നിർബന്ധമായും കാണിക്കുക. ഇതിന് സെപ്പറേറ്റ് ടാക്സ് വരുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ അടയ്ക്കുക. പലരും കരുതുന്നത് പ്രൈസ് കിട്ടുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളേ ഇല്ല എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പ്രൈസ് മണിയുടെ മേലെ സർചാർജ് പേ ചെയ്യുന്നതും മറ്റ് ഇൻകങ്ങൾ, നിങ്ങൾക്ക് സാലറി, ഇൻട്രസ്റ്റ് പോലുള്ള ഇൻകങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ടാക്സ് പേ ചെയ്യുന്നതും IT റിട്ടേൺ സമയത്ത് മാത്രമാണ്. ഏത് ക്വാർട്ടറിലാണോ പ്രൈസ് കിട്ടിയത് അതനുസരിച്ച് അഡ്വാൻസ് ആയി ടാക്സ് പേ ചെയ്താൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് വലിയൊരു ഇൻട്രസ്റ്റ് ബാധ്യത നിങ്ങൾക്ക് സാധാരണയായി ഒഴിവാക്കാം. പ്രൈസ് കിട്ടിയ തുക ക്ലബിംഗ് ഓഫ് ഇൻകം എന്നുള്ള കൺസെപ്റ്റ് വരാത്ത രീതിയിൽ വേണം നിങ്ങളുടെ റിലേറ്റീവ്സിനോ മറ്റാൾക്കാർക്കോ കൊടുക്കാനായിട്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണെന്ന് ഇതിനു മുൻപുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്ലബിംഗ് ഓഫ് ഇൻകം വരുന്ന രീതിയിൽ നിങ്ങൾ പ്രൈസ് മണി കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൈസ് മണി ആർക്കാണോ കൊടുത്തത് അവർക്ക് വരുന്ന വരുമാനവും നിങ്ങളുടെ റിട്ടേണിലേക്ക് കാണിച്ച് ആ വരുമാനത്തിന്റെ ടാക്സ് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് റിലേറ്റീവ്സിന് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗിഫ്റ്റ് ടാക്സ് വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് അല്ലാത്തൊരു വ്യക്തിക്ക് ഗിഫ്റ്റ് കൊടുത്താൽ ആ വ്യക്തി അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരാം. സോ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.